ഇപ്പോൾ നമ്മൾ ക്യാമ്പസിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ എക്സ്പീരിയൻസ് അവിടെ വന്നുള്ള ഗുണങ്ങൾ പറഞ്ഞോട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ബ്രോഡ്കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും ഒരു ക്യാമ്പസിലാണ്. ക്യാമ്പസുകളിലായതുകൊണ്ട് ഈ ക്യാമ്പസിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കിട്ടിയ. പുറത്താണെങ്കിൽ കുറച്ചും കൂടി തണുന്നുകൊണ്ട്. ഹായ്, ഞാൻ മുഹമ്മദ് ഷാഹിൻ. ബെല്ലം പോഡ്കാസ്റ്റിൻ്റെ അടുത്തൊരു എപ്പിസോഡായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുറേ നാളെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന്. അതിനിപ്പോഴാണ് ഒരു സമയം കിട്ടിയത്. ഇപ്പോൾ കൂടിയിരിക്കണേ നിഹാലാണ്, എൻ്റെ ഒരു സീനിയറാണ്. പിന്നെ ഞങ്ങളുടെ ടോപ്പിക്ക് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 6 മാസം 3 മാസം എന്നൊക്കെ ആയിട്ട് കുറേ കോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സുകൾ എടുക്കാൻ കുറേ കുട്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ 3 വർഷം 4 വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡിഗ്രി നമുക്കിപ്പോൾ ഇങ്ങനെ തന്നിരിക്കുന്നത്? ശരിക്കും ഒരു മനുഷ്യന്, ഒരു ഹ്യൂമൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കിട്ടേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറും വിദ്യാഭ്യാസം മാത്രമല്ല, എക്സ്പീരിയൻസ് ചെയ്യണം ചില കാര്യങ്ങളൊക്കെ. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ക്യാമ്പസുകൾക്ക് അതിന് നല്ല രീതിയിൽ ഒരു സ്വാധീനമുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുക, പിന്നെ ചെക്കന്മാരെ പേരുന്ന് വർത്തമാനം പറയുക, ചായ അടിക്കാൻ പോവുക, സിനിമയ്ക്ക് പോവുക, പിന്നെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് ഗോസിപ്പ് കാണിക്കുന്നതൊക്കെ. ഒരു മനുഷ്യനാകുമ്പോൾ അവന് കിട്ടേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ക്യാമ്പസുകൾക്കാണ്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ നോക്കിയാൽ ഈ ഡിസ്റ്റൻസായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര കണക്ഷൻ കിട്ടുവാനോ, അല്ലെങ്കിൽ ഇത്രയ്ക്ക് ബന്ധങ്ങൾ എനിക്ക് പുലർത്താൻ കഴിയാനോ. അപ്പോൾ എനിക്കങ്ങനെ തോന്നി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് വർക്കൗട്ടാണെന്നില്ല. ചിലവർക്ക് വർക്കൗട്ടാവും, ചിലർക്ക് മറ്റോ പറഞ്ഞാൽ ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. എൻ്റെ കാര്യത്തിൽ ശരിയായി. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ബേസിക്കലി ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ ഡിഗ്രി എടുക്കുന്നതിന് മുമ്പ് ഒരു കോഴ്സ് എടുത്തിരുന്നു. കോഴ്സ് എടുത്ത് ഞാൻ ഡ്രോപ്പ് ആയിരുന്നു. അതിന് വലിയൊരു ഇത് കിട്ടിയില്ല, അതിൽ വലിയൊരു ഇത് കിട്ടിയില്ല. കോഴ്സുകളെ ഞാൻ അത് പറയല്ല. എന്നിട്ട് ഞാൻ ഡിഗ്രിയിലേക്ക് വരുന്നത്. ഈ ഒരു 3 വർഷം കഴിയാനായി. ഇനിയിപ്പോൾ ആകെ ഒരു കൂടി പോയ 3-4 മാസം. ഈ ഡിഗ്രി കഴിയാൻ നേരത്ത് ഇപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ വരുന്നത് എന്താ വെച്ചാൽ, എക്സ്പീരിയൻസ് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യുഗം തന്നെ പറയാം, ഒരു അങ്ങനെ നമുക്ക് പറയാം. നമുക്കിപ്പോൾ വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട, ഇപ്പോൾ എന്താ പറയുക, കുറേ ഫങ്ഷൻസ് വരുന്നുണ്ട്, കുറേ ഇൻറ്റേൺഷിപ്പ്, അതിൻ്റെ പ്രോഗ്രാംസ്, അങ്ങനെ ഓരോ പ്രോഗ്രാംസും ഞാൻ ഇപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അതിലൊക്കെ ചേർന്നിക്ക്. എന്നിട്ട് അതിന് കുറേ എനിക്ക് എക്സ്പീരിയൻസ്, കുറേ ആൾക്കാർ പുതിയതായിട്ട് പരിചയപ്പെടുക. മൊത്തത്തിൽ ഇപ്പോൾ ഞാൻ കോഴ്സായിട്ട് അന്ന് പോകണ്ടെന്ന് തോന്നിയത് എനിക്ക് ഇപ്പോഴാണ്. ഡിഗ്രി എടുത്തതിന് ഒരു ഉപകാരമുണ്ട്, കുറച്ച് കണക്ഷൻ ഉണ്ട്, കുറച്ച് നല്ല നല്ല എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടിയിരിക്കും. ഇപ്പോഴും ഡിഗ്രി കഴിയുമ്പോൾ ഒന്നും കൂടി ഇനി പഠിക്കണം എന്നുള്ള ഒരു മൈൻഡൊക്കെ എനിക്ക് നല്ലോണം ഉണ്ട്. എന്തായാലും നടക്കില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നോക്കണം. എന്തായാലും ഇപ്പോൾ ഈ ഒരു 3 വർഷത്തെ ഇത് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ഇതാണ് എനിക്ക് തന്നത്. അത് പറഞ്ഞേ, ഇപ്പോൾ ക്യാമ്പസ് എനിക്ക് പേഴ്സണലി തോന്നിയതാണ്, ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ കിട്ടുന്നതിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ക്യാമ്പസുകളിൽ പഠിക്കുക എന്നാണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും അല്ലേ. എൻ്റെ ഒരു പേഴ്സണലി വെച്ച് ഞാൻ നോക്കിയപ്പം ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം എന്ന് പറയുന്നത് ക്യാമ്പസുകളിൽ പഠിക്കുക എന്നാണ്. ക്യാമ്പസുകളിൽ ചെല്ലുക, ക്യാമ്പസിൽ ആർട്സുകളിൽ പങ്കെടുക്കുക, പിന്നെ സ്പോർട്സിൽ, ക്യാമ്പസ് ഇവൻസുകളിൽ, ക്ലാസ് റൂമിലിരിക്കുക, നമ്മളൊരു സർക്കിൾ ഉണ്ടാക്കി അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതൊക്കെ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ അനുഭവിച്ചവർക്ക് ഇതിൻ്റെ ഒരു മധുരം അറിയും. പറയുന്നതിനേക്കാളും കൂടുതൽ ഒരാൾക്ക് അനുഭവിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട്, ഇപ്പോൾ നമ്മളെ ഈ യുഗത്തിൽ എന്തെന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറ്റിയിട്ട് പഠിക്കാൻ നമുക്ക് ക്യാമ്പസുകൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്സ് ആണെങ്കിലും ക്യാമ്പസുകളിലൊക്കെ ഒബ്വിയസ്ലി അധിക ക്യാമ്പസുകളിലും രാഷ്ട്രീയ പാർട്ടികൾ കാണാറില്ല. ഇപ്പോൾ ഈ ഡിസ്റ്റൻസായി ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ എൻ്റെ വീട്ടിലിരുന്നിട്ട് ഡിസ്റ്റൻസായിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കുക, പാസ്സാവും, പണി കിട്ടും. 6 മാസത്തെ കോഴ്സ് അങ്ങനെ തന്നെ വെറും 6 മാസത്തിൻ്റെ ഒരു കാലയളവിൽ എനിക്ക് കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഒരാൾ എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യുന്നു, എത്രത്തോളം കാലം പഠിക്കുന്നു, അത്രത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് വൈവിധ്യങ്ങൾ വരും. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും ഒരു
എന്താ പറയുക അല്ലേ, ശരിക്കും അനുഭവിക്കണം, എന്നാലേ അതിൻ്റെ ഒരു രസത്തെ പറ്റി പറയാം. ഞാൻ കഴിഞ്ഞൊരു പോഡ്കാസ്റ്റിൽ പറയണ്ടായിരുന്നു, ഞാനൊക്കെ ക്യാമ്പസുകളിലേക്ക് വന്നത് ക്യാമ്പസുകൾ ഒബിയസ്ലി നമ്മൾ ക്യാമ്പസിലേക്ക് ഇരുന്ന് പഠിക്കാൻ അത് വേറൊരു വശമാണ്. പക്ഷെ നമ്മൾ ക്യാമ്പസുകൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാമ്പസുകളിനെ പറ്റിയിട്ട് ചില ഐഡിയകളൊക്കെ തരുന്ന സിനിമകളാണ്. ആ സിനിമകളിൽ കാണിച്ചിരുന്ന ക്യാമ്പസുകൾ, അതിൽ കണ്ട ക്യാമ്പസ് ലൈഫുകൾ, ഇതിനൊക്കെ പറ്റി നമുക്ക് ഒരു അറിവ് നേടിത്തന്ന സിനിമകളാണ്. ഒരു ക്യാമ്പസ് എന്ന് ഒരു വ്യക്തിക്കൊരു ജീവിതത്തിൽ ഒരുപാട് ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ആളുകളായിരിക്കും ഒരുപാട്. ഇപ്പം ജീവിതത്തിൽ നമുക്ക് കുറച്ചും കൂടി ജീവിതം എന്താണെന്ന് പഠിക്കാൻ വേണ്ടി നമ്മളെ ക്യാമ്പസുകളിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവും. പൈസ ഉള്ള കുട്ടികളുണ്ട്, പൈസ ഇല്ലാത്ത കുട്ടികളുണ്ട്, കലകൾ കാരണം മുന്നിലുള്ളവരുണ്ട്, പിന്നിലുള്ളവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് ക്യാമ്പസുകളിലാണ്. ഇതൊക്കെയാണൊരു ക്യാമ്പസ് ഒരു വ്യക്തിക്ക് നൽകുന്ന ഒരു ചേഞ്ച് എന്നൊക്കെ പറയുന്നത്. ഒരു വ്യക്തിത്വം ഉണ്ടാക്കാൻ ക്യാമ്പസുകൾ വിദ്യാർത്ഥികൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പക്ഷെ ഈ കേസുകളൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ വ്യക്തികൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ക്യാമ്പസിൽ പഠിച്ചിട്ട് 3 കൊല്ലം വെറുതെ ആയിപ്പോയി എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ എനിക്കറിയാം പേഴ്സണലി. പിന്നെ ഈ ക്യാമ്പസ് കഴിയുമ്പം ഒരു സെമ്മും കൂടിയും കിട്ടി. ഇപ്പോൾ ഞങ്ങളൊക്കെ 6 മാസം പഠിക്കുന്ന സമയത്ത്, ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഒരു സെമ്മും കൂടി ഞങ്ങൾക്ക് എക്സ്ട്രാ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മനസ്സോടെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ റിയാലിറ്റി നമുക്കത് ലഭിക്കില്ല എന്ന് വേറൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ക്യാമ്പസുകളിൽ നിന്ന്. ഈ ക്യാമ്പസുകളിൽ പഠിച്ചത് കൊണ്ട് ആണ് ഞാൻ വന്ന് ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കാൻ എനിക്കൊരു പക്വത, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഈ സംസാരിക്കാനുള്ളൊരു ഗഡ്സ് അല്ലെങ്കിൽ ഒരു ബുദ്ധി എനിക്ക് ഉണ്ടായത് ക്യാമ്പസുകളിൽ വന്നിട്ടാണെന്ന് ഞാൻ തീർച്ചയായും പറയും. ക്യാമ്പസുകളിൽ എൻ്റെ ടീച്ചർ എനിക്ക് എടുത്തു തന്ന ക്ലാസ്സുകൾ, പിന്നെ ഞാൻ എടുത്ത സെമിനാറുകൾ എൻ്റെ പേടി മാറ്റി തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഗ്രൂപ്പായി വർക്ക് ചെയ്തപ്പോൾ എനിക്കൊരു സർക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ എനിക്ക് കൂടുതൽ അവസരങ്ങളിൽ ക്യാമ്പസ് എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അത് ഓർത്ത്, എന്താ വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഒന്ന് കുറച്ച് ഡെവലപ്പായി എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇപ്പോൾ എടുത്ത മാസ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ വെറുതെ എടുത്തൊരു കോഴ്സാണിത്. അപ്പോൾ ഫസ്റ്റ് വന്ന ടൈമിൽ എനിക്ക് പറഞ്ഞാൽ ഈ ക്യാമറ, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഈ ക്യാമറ ഫേസ് ചെയ്യാൻ അറിയില്ല, ക്യാമറേൻ്റെ മുമ്പ് ഒരു ടോപ്പിക് പറയാൻ അറിയില്ല. ഭയങ്കര എന്താ പറയുക, അത്രയും ഞാൻ ഒരു മടിയനായിരുന്നു. എനിക്ക് ഫേസ് ചെയ്യാൻ അറിയൂലേ, തീരെ അറിയില്ല. ഇപ്പം അങ്ങനെ വന്നിരിക്കണമെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ അത്രയും എൻ്റെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഓരോന്ന് കിട്ടുന്ന മോട്ടിവേഷൻ, ഇങ്ങനെയൊക്കെ സാറുമാർ. അപ്പോൾ ഓരൊക്കെ ഇതിനൊരു ഇതുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും, അത്രയും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ അത്രയും ഒരു ഇതാണ് എനിക്ക് കോളേജിൽ ലൈഫ് തന്നതിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് പറഞ്ഞാൽ, എനിക്ക് ക്യാമറ നോക്കിയപ്പോൾ എന്ത് പറയണം, എന്താണ് എൻ്റെ കാര്യങ്ങൾ, ഒരു ഓഡിയൻസിനെ ഇപ്പോൾ എനിക്ക് ഓഡിയൻസിൻ്റെ അടുത്ത് പോയിട്ട് സ്പീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എങ്ങനെ നമുക്ക് അത് ഓരോന്ന് തിരിച്ചു രീതിയിൽ എങ്ങനെ ഓരോ ഇതാക്കുക, ഓരോ എങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക, ഇതൊക്കെ ഞാൻ അറിഞ്ഞ് ഇതൊക്കെ ഇത് കോളേജ് ലൈഫ് എന്നാണ്. ശരിക്കും അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ മിക്സഡ് ക്യാമ്പസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനൊക്കെ പഠിച്ചത് ബോയ്സും ഗേൾസും മിക്സഡായ ക്യാമ്പസുകളിലാണ്. അപ്പോൾ ഈ ഗേൾസുമായിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അല്ല അവരെ കൂടെ ഇരിക്കുമ്പോൾ ഒക്കെ എനിക്ക് പുതിയ പുതിയ അറിവുകളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോൾ ഓല പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല. പിന്നെ ക്യാമ്പസിലേക്ക് വരുമ്പോൾ ചുറ്റുപാട് മൊത്തത്തിൽ മാറി. ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഞാൻ പിന്നെ ക്യാമ്പസിലേക്ക് വേറൊരു അന്തരീക്ഷമാണ് അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ അവിടുന്ന് കിട്ടുന്ന നോളജുകളൊക്കെ അത്രയ്ക്ക് വൈഡായിട്ടുള്ളത്. വീട്ടിൽ നിന്നൊക്കെ ഒരു ലിമിറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ലഭിക്കുള്ളൂ. ക്യാമ്പസിലേക്ക് വരുമ്പം അത് വൈഡാകാൻ തുടങ്ങി. ഞാൻ ചിന്തിച്ച ചിന്തയല്ല എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂടെ ഇരിക്കുന്നവന് ആ ടോപ്പിക്കിൽ, ഇപ്പോൾ ഞാനൊരു കാര്യത്തിൽ ഞാൻ വിചാരിച്ചതുപോലെയല്ല എൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന എൻ്റെ സുഹൃത്ത് വിചാരിക്കുന്നത്. ഓൻ വിചാരിച്ച പോലെ ആയിരിക്കില്ല അപ്പുറത്തുള്ളവൻ വിചാരിച്ചത്. അപ്പോൾ ഈ വ്യത്യാസങ്ങളൊക്കെ എനിക്ക് ക്ലാസ്സുകളിൽ വന്നിട്ടാണ് മനസ്സിലായില്ലേ? ഇതൊക്കെ എന്താണ് വലിയ വർത്തമാനങ്ങളാണ്. പക്ഷെ ശരിക്കും ഞാനല്ലേ ഫസ്റ്റ് പറഞ്ഞ തന്നെ ക്യാമ്പസുകളിലൊക്കെ വരുമ്പോൾ ആ ക്ലാസ് കട്ട് ചെയ്ത് ചായ അടിക്കാൻ പോകുന്നത്, ഇതൊക്കെ ഇപ്പം എൻ്റെ ക്യാമ്പസ് കഴിഞ്ഞിട്ട് ഞാൻ ഓർക്കുന്ന മെമ്മറികളിൽ അധികവും ഞാൻ ഓർക്കാറുള്ളത് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ കുറച്ചേരം ഇരുന്ന് സംസാരിച്ചതും, എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പടത്തിന് പോയതും, ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ക്യാമ്പസ് ലൈഫ് കിട്ടിയില്ല. അല്ലേ, ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും
ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് ക്യാമ്പസുകളിൽ പഠിക്കുന്നത്. അത് 6 മാസത്തെ കോഴ്സിൽ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് ഇരുന്ന് പഠിച്ചിരുന്നെങ്കിലും എനിക്ക് കിട്ടണമെന്നില്ല. അത്രക്ക് വൈഡാണ് ക്യാമ്പസുകളൊക്കെ. ക്യാമ്പസുകളിലെ ആർട്സൊക്കെ എന്ത് രസമാണ്. ആർട്സിലൊക്കെ പങ്കെടുത്തില്ലെങ്കിലും ആ പരിപാടി കാണാൻ ഭയങ്കര രസമല്ലേ, സ്പോർട്സിന് വരുമ്പോൾ രസമല്ലേ. പിന്നെ ഒരുപാട് സീനിയേഴ്സുകൾ, നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയർത്തെ ആൾ കമ്പനിയാണ്, തേർഡ് ഇയർത്തെ ആൾ ക്യാമ്പസുകളിലുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വിദ്യാർത്ഥികളായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഇയർ എത്തുമ്പോൾ പുതിയ ജൂനിയേഴ്സ് വരുന്നത്, ഓലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലൊക്കെ നമുക്ക് ആരോട് ചോദിക്കാൻ പറ്റുന്നുണ്ട്, സാർമാരോട് ചോദിക്കാൻ പറ്റുന്നൊക്കെ ഉണ്ട്. നമ്മൾ ക്യാമ്പസിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞ്, ക്യാമ്പസിൽ വന്നുള്ള ഗുണങ്ങൾ, അതിൻ്റെ എക്സ്പീരിയൻസ്, അതിൻ്റെ കാര്യങ്ങൾ കുറേ പറഞ്ഞ് അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേ നേരമായിട്ട്. ഇപ്പം നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഇതുവരെ ഒരു കോളേജാണ് WMO ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മുട്ടിലാണ്. പക്ഷേ നമുക്ക് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഈ കോളേജിനൊക്കെ തരാൻ പറ്റുമോ? പുറത്തായിരുന്നു കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കിട്ടാൻ. അപ്പോൾ നമ്മൾ കുറേ ക്യാമ്പസിനെ പറ്റി പറഞ്ഞു, ഇനിയും പറഞ്ഞിങ്ങനെ നിർത്തിയൊന്നുമില്ല, കൂടുതലാക്കുന്നില്ല ഇനി. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.